പറയുന്നത്. മനു, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഉണ്ടോ? എന്തായാലും ഇതൊരു ആസൂത്രിതമായ സ്ഫോടനം എന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞുവല്ലോ. ഇനി ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നാൽ മതിയല്ലോ. ഏതായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അതിൽ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ആ നിലയ്ക്ക് തന്നെ സംശയിക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ അവിടെയെല്ലാം ശക്തമായ പരിശോധനകൾ നടത്തുന്നു. ബോംബ് സ്ക്വാഡുകൾ വരുന്നു, ഡോഗ് സ്ക്വാഡുകൾ എത്തുന്നു. ഈ ബോംബ് മണത്ത് കണ്ടുപിടിക്കാൻ ശേഷിയുള്ള ശ്വാനസേനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ 2011 ശേഷം ഇതുപോലെ ഒരു രാജ്യവ്യാപകമായ വലിയ ഒരു പരിശോധന നടന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ പരിശോധനയുടെ ദൃശ്യങ്ങളും വരുന്നുണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന, അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും ഒപ്പം വിമാനത്താവളങ്ങളിലും അതീവ സുരക്ഷാ നിർദ്ദേശവും സുരക്ഷാ പരിശോധനയും നടക്കുന്നു. ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് നടത്തുന്ന പരിശോധനയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എല്ലായിടത്തും പരിശോധന കർശനമാക്കിയിരിക്കുന്നു. ഇതിന് കാരണം ഇതൊരു ആസൂത്രിതമായ സ്ഫോടനമാണ് ഡൽഹിയിൽ നടന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. അതിനാൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഒരു അപകടമല്ല, അപകടത്തിലൂടെ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സാങ്കേതിക തകരാറ് കൊണ്ട് കാറിലുണ്ടായ ഒരു സ്ഫോടനമല്ല ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്. മറിച്ച് ആസൂത്രിതമായ ഒരു സ്ഫോടനം എന്ന രീതിയിലേക്ക് അന്വേഷണം പോവുകയാണ്. ഭീകരാക്രമണ സംശയത്തിലേക്ക് പോവുകയാണ്. അവിടെ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ആ വാഹനത്തിലുണ്ടായിരുന്നു, കാറിലുണ്ടായിരുന്നു എന്നുള്ള സംശയം ബലപ്പെടുന്നു. ഈ സ്ഫോടക വസ്തു നിറച്ചയാളും ആ സ്ഫോടക വസ്തു വെച്ചയാളും ആ കാറിലുണ്ടായിരുന്നു എന്നുള്ള സംശയം ബലപ്പെടുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഡൽഹി പോലീസ്. 10 പേർ സ്ഫോടനങ്ങളിൽ മരിച്ചു എന്നുള്ളതാണ്. ഉഗ്രസ്ഫോടനത്തോടെ ഒരു കാർ പൊട്ടിത്തെറിക്കുന്നു, ഒപ്പം അതിനടുത്തുള്ള വാഹനങ്ങളിലേക്ക് തീ പടരുന്നു, സ്ഫോടനം വരുന്നു. ഇതാണ് സംഭവിച്ചത്. ഇതിലാണ് ഇപ്പോൾ 10 പേർ മരിച്ചു എന്നുള്ള രീതിയിൽ സ്ഥിരീകരണം വരുന്നത്. കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശത്തോടൊപ്പം തന്നെ സുരക്ഷാ പരിശോധനയും നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വി അരുൺ ചേരുകയാണ്. അരുൺ, ഏതെല്ലാം മേഖലകളിൽ കേരളത്തിൽ ഇപ്പോൾ സുരക്ഷാ പരിശോധന നടക്കുന്നു? റെയിൽവേ സ്റ്റേഷനിലാണോ കൂടുതലും? മനുഷ്യ തന്ത്രപ്രദമായ എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷാ പരിശോധനകൾക്കും ജാഗ്രതയ്ക്കുമാണ് സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, ആളുകൾ കൂടുന്ന ഇടങ്ങൾ, പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളുടെ പരിസരം ഒക്കെ വലിയ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലായിടത്തും കർശനമായ ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടുള്ളത്. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ശക്തമായ പരിശോധനയ്ക്കാണ് നിർദ്ദേശം. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് ഏത് തരത്തിലുള്ള ഒരു മുന്നറിയിപ്പോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ രാജ്യത്ത് ആകെ ഉള്ള കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പരിശോധനയുടെ ഭാഗമാണ് സംസ്ഥാനത്തും അത്തരം പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ ഡൽഹിയിലെ അലർട്ട് മാറുന്നതുവരെ ജാഗ്രതയോടെ ഇരിക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ശരി അരുൺ, എന്തായാലും സംസ്ഥാനത്തും വിവിധയിടങ്ങളിൽ പരിശോധന. തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നടത്തുന്ന പരിശോധനയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല എങ്കിൽ പോലും അതീവ സുരക്ഷാ മേഖലകളിൽ എന്തായാലും കൂടുതൽ പരിശോധന പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും IED ബ്ലാസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ സ്ഫോടനത്തെ വിലയിരുത്തുന്നത്. 10 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ ആളുകൾ 30ഓളം ആളുകളാണ് LJPയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ ഉള്ളത്. അത് നേരത്തെ ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കിയതാണ്. അതേസമയം ഡൽഹി പോലീസിൽ നിന്ന് കൂടുതൽ സ്ഥിരീകരണം കിട്ടണമെങ്കിൽ കാത്തിരുന്നേ മതിയാവുകയുള്ളൂ. കൂടുതൽ വിലയിരുത്തലുകൾ നടത്തുന്നു, പരിശോധന നടത്തുന്നു, ഫോറൻസിക് പരിശോധന, പ്രാഥമികമായ രീതിയിലുള്ള ഫോറൻസിക് പരിശോധന, രാസപരിശോധന ഇതെല്ലാം നടക്കുകയാണ്. ഏതെങ്കിലും കെമിക്കൽസിന്റെ സാന്നിധ്യം ഇതെല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. IED ബ്ലാസ്റ്റ് എന്ന രീതിയിലേക്ക് പ്രാഥമികമായ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നു. സാവധാനം സഞ്ചരിച്ചു വന്നിരുന്ന ഒരു കാറിലാണ് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ചിലപ്പോൾ CNG സിലിണ്ടർ പൊട്ടിത്തെറിച്ചതായിരിക്കാം എന്ന രീതിയിലുള്ള സംശയം വരികയും ആഭ്യന്തര മന്ത്രാലയം അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിത ആക്രമണം എന്ന രീതിയിലുള്ള വാർത്തകൾ നൽകരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയതാണ്. പക്ഷേ ആ സാധ്യത ഏതാണ്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ള സാധ്യത തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം അത്ര ഉഗ്ര സ്ഫോടനമായിരുന്നു. CNG സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ വലിയ സ്ഫോടനം, ഉഗ്രസ്ഫോടനം എന്ന രീതിയിൽ തന്നെ അവിടെ സമീപത്തുണ്ടായിരുന്നവരും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നതാണ്. ബോംബ് സ്ഫോടനം എന്ന രീതിയിൽ തന്നെയാണ് ദൃക്സാക്ഷികളും പറഞ്ഞത്. നടുങ്ങുന്ന ശബ്ദമാണ് കേട്ടത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. ശരീരാവശിഷ്ടങ്ങൾ
ദൂര സ്ഥലങ്ങളിലേക്ക് തെറിച്ചു പോകുന്ന ഒരു കാര്യം, ശരീരാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. 5 മൃതശരീരങ്ങൾ, ശരീരഭാഗങ്ങൾ കണ്ടെടുത്തുവെന്ന് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. അത് വളരെ അകലെ നിന്നായിരുന്നു കണ്ടെടുത്തത്. അതിനാൽ തന്നെ ഇതൊരു ബ്ലാസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ്, ആസൂത്രിതമായ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുള്ള സ്ഫോടനം എന്ന രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെയും അന്വേഷണം പോകുന്നത്. NIA-യും സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. വിവിധയിടങ്ങളിലുള്ള പരിശോധനകൾ നടക്കുന്നു. ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. मेरा नाम धर्मेंद्र है जी। सबसे बड़ी पुलिस प्रशासन की कमी है। जो इतनी भीड़ इलाके में जाम लगा हुआ, अगर ये जाम नहीं होता, ये खाली जगह में फटती है, कैसे ही होता, दुर्घटना हुई है जो इमरजेंसी, ये पुलिस वाला कोई नहीं था यहाँ मौके पे। 2 पुलिस वाले ब्लास्ट के बाद चौकी में से आए अंदर से, जो मौके पे आए। मेरे साथ जो बॉडी निकलवा रहे थे गाड़ी में से, गाड़ी में ऐसे डैमेज हो गई थी बॉडी, जो हमें चीर के मतलब पब्लिक की मदद से निकालनी पड़ रही थी। अब फिर 10 मिनट बाद पुलिस प्रशासन आया यहाँ पे, जो बॉडी निकलवाया। 4 बॉडी मैंने टैक्सी ड्राइवर की ड्रेस में वो निकलवाई है, एक जिंदी, बाकी 3 बॉडी। गाड़ी जो आपने आइडेंटिफाई की है वो कहाँ का नंबर था, कैसी गाड़ी थी? मैं नंबर पूरा याद नहीं, मैं नंबर प्लेट मैंने दीवार से उठा के उस गाड़ी की आधी थी। HR नंबर HR 26 करके लास्ट में 7674 है। अच्छा, हाँ, हरियाणा की नदीम नाम, उस मोमडन का ही नाम है, नदीम करके कुछ नाम था उसमें। मैं इतने उसके नंबर के फोटो लेने वाला था, इतने एक पुलिस वाला उसे बंद करके गाड़ी चली हुई गाड़ी जो फर्स्ट में जिसमें ब्लास्ट हुआ। कौन सी गाड़ी थी? 7674 है। गाड़ी थी अगर आप बता? गाड़ी में नहीं बता पाएंगे, नहीं बता पाऊंगा। आधी गाड़ी मेरे आगे, तो इंजन सब फूका पड़ा है, गाड़ी आधी कैसे बताऊंगा? उसमें जो बैठे वो नहीं बता पाऊंगा कितने हैं। घायल देखा या कैजुअलिटीज आपने कुछ देखा? कैजुअलिटी नीचे रोड पे से 2 लोग उठाए, जो आधे हैं शरीर में, आधे शरीर में आधे पूरे भी नहीं, आधे जो उठा के गाड़ी एम्बुलेंस में रखे। बाकी 4 गाड़ियों में से निकाले जबरदस्ती, जो लोहे में उसमें दब गए हैं, गाड़ी डैमेज हो गए हैं। एक गाड़ी ब्लास्ट होने के बाद कुछ देर के बाद फिर दूसरी CNG गाड़ी थी, सारी CNG ब्लास्ट होने लगी, पब्लिक हटाई, जब भी उसमें से बॉडी निकाल रहे हैं। पहली जो गाड़ी में धमाका वो कितनी तेज था धमाका, जो पहली गाड़ी में? गाड़ी में इतना तेज धमाका था, यहाँ से मैं कह रहा हूँ 1 किलोमीटर तक धमाका गया है, इतना तेज धमाका था। कितनी देर बाद यहाँ पर जो है दमकली गाड़ी और प्रशासन? 10 मिनट बाद सब आए। 6:50 में मैंने फोन, जब मैं मेट्रो में जाने लगा 6:50 में धमाका हुआ है। उसके 10 मिनट बाद 10 मिनट में तो हमने बॉडी सब निकाल दी थी। आपने कुल कितनी बॉडीज निकाली? मैंने 4 बॉडी गाड़ी में से निकाली, 2 बॉडी रोड से उठाई है। 6 बॉडी निकाली। 10-12 गाड़ी खत्म है मौके पे जो थी, जिनका कोई वो नहीं है चलने वाला। और पब्लिक की कुछ नहीं कह सकती, रोड पार्क हो रहा था, मौके पर पुलिस प्रशासन हो। ये रोड पे जो ठेलियां लगती है, भीड़ भड़ाक होता है, ये जाम होता है, इसकी वजह से हो सब। जाम नहीं रहेगा, लाइट खुली रहेगी तो यहाँ क्यों होगा भीड़ भाड़? खाली एरिया में हो सके जो दुर्घटना, ऐसा तो हो नहीं कहीं, एक बात कह रहा हूँ होना, पर यहाँ तो थोड़ा सख्ती होना चाहिए। कोई पुलिस वाला नहीं, कुछ नहीं, बस खाली एरिया चल रहा, जाम लग रहा है, कोई ट्रैफिक पुलिस नहीं, कुछ नहीं। मेरे